We're going to read a couple of verses in the beginning, which is Acts chapter 20, verses 7 through 12. Acts 20, verse 7 through 12. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Amen, amen. ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. Don't be alarmed, he said, he is alive. ത്രോവാസിലെ ഒരു സഭായോഗം, an eventful Sunday service at Troas. That is the theme, that is the subject of my message. നാം ഫ്രൈഡേ ഈവനിങ്ങിൽ ബൈബിൾ സ്റ്റഡിയിൽ ബുക്ക് ഓഫ് ആക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുക. We've been studying Book of Acts during our Friday prayer time. കഴിഞ്ഞ ദിവസം 19-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. Last week we meditated from chapter 19 of Acts. അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 23 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ പൗലോസ്ലീഹയുടെ 3-ാം മിഷണറി യാത്രയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Starting with chapter 18 of Acts, here we see the third missionary journey of Apostle Paul. പൗലോസിനെ പോലെ സഭാശുശ്രൂഷയിൽ സുവിശേഷീകരണത്തിൽ ഇത്ര താല്പര്യത്തോടെ ശുഷ്കാന്തിയോട് പ്രവർത്തിച്ച മറ്റൊരു സുവിശേഷകനുണ്ടോ എന്നറിയില്ല. The world probably never saw a man who's zealous for evangelism and preaching God's word. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ 4-ന്റെ 11-ാമത്തെ വാക്യത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ fivefold ministries ഒരുപോലെ ചെയ്ത വേറൊരു വ്യക്തി ഉണ്ടോ എന്നറിയില്ല. Apostle Paul probably is the only person who done the fivefold ministry as indicated in chapter 4 of Ephesians. പൗലോസ്ലീഹയുടെ പ്രവർത്തന രീതി നോക്കിയാൽ ഒരു പുതിയ സ്ഥലത്ത് കടന്നു ചെന്ന് സുവിശേഷം അറിയാത്ത ഒരു സ്ഥലത്ത് കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ച് ജീവിതങ്ങളെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും നടത്തി സഭയെ ഉറപ്പിച്ച ശേഷം യോഗ്യരായ വ്യക്തികളെ ആ സഭ ഏൽപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക സാധാരണ പൗലോസിന്റെ ഒരു രീതി. The pattern of Paul's ministry is that he go to a place and he stay there, preach the gospel and bring people not only into saving grace and lead them to baptism and also in the anointing and the fullness of the Holy Spirit, and thus establishing the church and then finding people capable of continuing that church, and then he goes to the next place. ഒരു പക്ഷേ എഫേസോസിലാണ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് 3 വർഷം താമസിച്ച് ശുശ്രൂഷിച്ചിട്ടുള്ളത്. Ephesus is the place where he probably stayed the longest, almost 3 years. ആ സ്ഥാപിച്ച സഭകള് വീണ്ടും സന്ദർശിച്ച് അവിടെയുള്ള ആത്മീയ അവസ്ഥകൾ മനസ്സിലാക്കി വീണ്ടും അവരെ വചനത്തിൽ ഉറപ്പിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. And his style is that he goes back to the places where he started the churches and affirming them in their faith and instructing them in the way of faith, and then he moves on. അപ്പോൾ തന്നെ ഫൈനാൻഷ്യലി കഷ്ടം അനുഭവിക്കുന്ന സഭകളെ സഹായിക്കുവാൻ വേണ്ടി പല സ്ഥലത്തും സ്പെഷ്യൽ ഓഫറിംഗ് എടുത്തിട്ട് അതാത് സ്ഥലങ്ങളിൽ ആവശ്യമുള്ളിടത്ത് പ്രത്യേകിച്ച് യെരുശലേം സഭയിലൊക്കെ ഒരു പ്രയാസം വന്നപ്പോൾ അവരെയൊക്കെ സഹായിക്കുന്ന ഒരു കളക്ഷനുമായിട്ട് പോയി ആ കളക്ഷൻസ് അവിടെ എത്തിച്ചെന്നുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു രീതിയും തനിക്കുണ്ടായിരുന്നു. Also he was initiated raising funds for the church in Jerusalem, especially as in the time of difficulty,
and he made sure that there was accountability and the fund was taken to the right place. ശുശ്രൂഷയിൽ എന്തെങ്കിലും ആർക്കെങ്കിലും പരാതിപ്പെടാനുണ്ടെങ്കിൽ അത് പൗലോസിനാ. അതുപോലെ സുവിശേഷം നിമിത്തം കഷ്ടം അനുഭവിച്ച ഒരു മനുഷ്യനാ. If any man can complain about suffering for the gospel, Paul is the utmost person. 19-20 അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ച അധ്യായങ്ങളിലൊക്കെ സുവിശേഷം നിമിത്തം ഉപദ്രവവും പീഡയും അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. A man who was persecuted and went through tribulation for preaching the gospel. പല പ്രാവശ്യം ഭീഷണി നിമിത്തം തന്റെ പ്ലാനുകളൊക്കെ മാറ്റി പുതിയ ട്രാവൽ പ്ലാനുകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. Oftentimes his ministry was disrupted by opposition in the local place and he had to find way to go out of there. ഒരിക്കൽ കടലിൽ കൂടെ യാത്ര ചെയ്യേണ്ട പ്രോഗ്രാം മാറ്റി കരയിൽ കൂടെ ആക്കി. One time he planned a trip through ocean, but he had to change it to go through the land. സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചെടുത്ത് കഴിയാതെ വന്നപ്പോൾ ബന്ധിക്കപ്പെട്ടവനായും താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നുപോയി. When he was not able to move in his free will to go for the ministry, he was taken as a prisoner and captive to continue the ministry. എങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, ശുശ്രൂഷയിൽ മടുക്കാതെ, ശുശ്രൂഷ നിറപടിയായി ചെയ്തെടുത്ത ഒരു ദൈവദാസനായിരുന്നു പൗലോസ് ലീഹ. And without any hesitation, he continued and perfected the ministry that the Lord has entrusted him. പലപ്പോഴും പൗലോസ് ലീഹ ഒരു ഗസ്റ്റ് പാസ്റ്ററായിട്ട്, വിസിറ്റിംഗ് പാസ്റ്ററായിട്ട് ഒരു സഭയിൽ ചെന്നാൽ, ഒരു ദേശത്ത് ചെന്നാൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. If he visits a place, the question that he asks, have you received the baptism of the Holy Spirit since you have believed? താൻ സ്ഥാപിച്ച സഭകളൊക്കെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുകയും ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു പൗലോസ്. He was very desiring that every church that he planted would be a spirit-filled church. ഈ 20-ാം അധ്യായത്തിന്റെ 6 മുതൽ നമ്മൾ നോക്കിയാൽ പൗലോസ് ത്രോവാസിൽ ഒരു ഷോർട്ട് വിസിറ്റിന് വേണ്ടി, ഏതാണ്ട് ഒരാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്രോവാസിൽ വന്ന ചരിത്രമാണ് അവിടെ വായിക്കുന്നത്. Coming back to the verses we read starting with in chapter 20 verse 6, the background is that Paul came to this place called Troas for a short visit. ഒരു സഭായോഗത്തിൽ എന്തൊക്കെയായിരിക്കണം സർവീസുകൾ, എന്തൊക്കെയായിരിക്കണം പ്രോഗ്രാമുകൾ, സഭായോഗം എങ്ങനെ നടത്തണം, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു നല്ല ചിത്രം നമ്മൾ ഈ അധ്യായങ്ങൾ വായിക്കുന്നുണ്ട്. We can see a clear picture how a worship service should be. ആദിമസഭയിൽ പ്രധാനപ്പെട്ടതായ ശുശ്രൂഷകൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-43 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ ദൈവമക്കൾ അവർ ഉപദേശം കേട്ടും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നതായിട്ട് പ്രധാനമായും 4 ശുശ്രൂഷകൾ അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. In chapter 2 of Acts, there we see 4 important ministries that the people and the church observe by listening to the teaching of the doctrine of apostles, breaking bread, praying together and having fellowship with one another. നമുക്കറിയാം അടിസ്ഥാന ഉപദേശങ്ങൾ 3 പ്രധാനമായിട്ടും രക്ഷയും സ്നാനവും അഭിഷേകവുമാണ് ദൈവിക ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള 3 ഉപദേശങ്ങൾ. Fundamental teaching of the church of God is that salvation, baptism and infilling of the Holy Spirit. അങ്ങനെ ഈ 3 അടിസ്ഥാന ഉപദേശങ്ങൾ അംഗീകരിച്ച ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർ അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട 4 കാര്യങ്ങളാണ് അവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. Once you observe the foundational doctrine and teaching, the other 4 things are to be observed by every believer in their ongoing Christian life. രക്ഷയും സ്നാനവും അഭിഷേകവും പ്രാപിച്ച ഒരു വിശ്വാസിയുടെ ജീവിത പടക് തകർന്നു പോകാതിരിക്കാൻ 4 കാര്യങ്ങൾ അത്താണിയായിട്ട്, താങ്ങി നിർത്തുന്ന അത്താണിയായിട്ട് കൊടുത്തിരിക്കുക അവിടെ. Those who come to faith and participate in the doctrinal understanding of it and observed it, they have the pillars of their faith continues to be
prayer and teaching and Lord's Supper and the fellowship with the saints. ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളൊക്കെ ഒരിക്കലായിട്ടുള്ളതാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ തുടർമാനമായി സഭ അനുഷ്ഠിക്കേണ്ടതാണ്. വചനം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുക എന്നുള്ളത് തുടർമാനമായിട്ട് ചെയ്യേണ്ടതാണ്. If salvation, baptism and infilling of the Holy Spirit that take place in our life, but the following 4 things have to be observed continually to be sustained in our spiritual life. ദൈവവചനം കേൾക്കാതെ, ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കാതെ, കൂട്ടായ്മ ബന്ധത്തിൽ അപ്പം നുറുക്കും പ്രാർത്ഥനയും കഴിക്കാതെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല. We cannot grow in faith unless we are coming in fellowship with the saints of God, spending time together in prayer and listening or taking in the teaching and breaking of the bread. 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഓർപ്പിച്ചു, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇതെല്ലാം ആത്മീയ വർധനയ്ക്കായിട്ട് ഉതകുന്ന കാര്യങ്ങളാണ്. In 1 Corinthians chapter 1 verse 14:26. 14:26, Apostle Paul says, and when we come together, one has doctrine, one has hymn, one has all the gifts operating together in the body of Christ. സങ്കീർത്തനവും വചനശുശ്രൂഷയും ഒക്കെ നമ്മുടെ സഭയിലുണ്ടെങ്കിലും വെളിപ്പാടും അന്യഭാഷയും വ്യാഖ്യാനവും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. We may have Psalms reading and preaching, but we are lacking in the gifts of the Holy Spirit. പ്രാർത്ഥനയും അന്യഭാഷയും വ്യാഖ്യാനവും ഒക്കെ പൗലോസ് ശ്ലീഹ ആഗ്രഹിച്ചിരുന്നു. അത് ഞാനും ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ ഇത് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. It is our desire that the gifts of the Holy Spirit be operational in the church, in the body of Christ. ത്രോവാസിലെ സഭായോഗത്തിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അത് പൗലോസ് ശ്ലീഹയാ. Apostle Paul is a special guest at Troas in the church. സുപ്രസിദ്ധ വേദപണ്ഡിതനും കൃപാവര പ്രാപ്തനും ഉണർവ് പ്രസംഗിയുമായ അത്ഭുത രോഗശാന്തി വരമുള്ള പൗലോസ് ശ്ലീഹ ഗസ്റ്റായിട്ട് ആ സഭായോഗത്തിൽ സംബന്ധിക്കുക. And this man of supernatural gifts in all areas of ministry is now attending this worship service. Let's look at the words by words. Chapter 20 verse 7 ഒന്ന് വായിച്ചേ 27 വാക്യം. Verse 7, somebody read that please. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം അതെന്നാ? Which day is that? Sunday. എന്തുകൊണ്ടാ സൺഡേ സഭായോഗമായിട്ട് നമ്മൾ കൂടുന്നത്? Why do we gather on Sunday for a church worship? ആദ്യകാലങ്ങളിൽ അപ്പോസ്തലന്മാര്, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ മുടന്തനായ ഒരു വ്യക്തിയെ ആ യഹൂദ പാരമ്പര്യ പ്രകാരം കുറച്ച് ദിവസങ്ങളൊക്കെ അവരുടെ ശാബത്ത് നാളിലെ ആരാധനയ്ക്കൊക്കെ അവർ പോയിരുന്നു. Early on, as the church began its existence, they observed the same Sabbath as observed by the Jews. എന്നാൽ വേഗത്തില് അവർ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിലേക്ക് സൺഡേ മോർണിംഗിലേക്ക് അല്ലെങ്കിൽ സൺഡേയിലേക്ക് അവർ ആരാധന മാറ്റി. But then the church service was moved to the first day of the week, that Sunday. അതിന് പല കാരണങ്ങളുണ്ട്. There are many reasons for ഒന്ന്, യേശു കർത്താവ് ഉയർത്തത് ഒരു സൺഡേ മോർണിംഗിലാണ്. And first reason is the day of resurrection, where the Lord was raised from the dead, was on a Sunday. അതുകൊണ്ടാണ് ലോർഡ്സ് ഡേ എന്ന് സൺഡേ നമ്മൾ വിളിക്കുന്നത്. And that's why we call it the Sunday Lord's Day. മാത്രമല്ല പരിശുദ്ധാത്മാവ് വന്ന് സഭയുടെ ആരംഭം കുറിച്ചതും ഒരു സൺഡേയിലാണ്. And the starting of the church on the day of Pentecost, that was the beginning of the week. 7 ആഴ്ച വീതമുള്ള 7 ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം 49 ദിവസങ്ങൾക്ക് ശേഷം 50-ാം ദിവസം ഒരു സൺഡേ ആണ്. And after 49 weeks of different observation, the day of Pentecost fall on a Sunday. അതുകൊണ്ട് യേശു ഉയർത്ത ദിനത്തില്, സഭ സ്ഥാപിച്ച ദിനത്തില് അപ്പോസ്തലന്മാര് കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു. And the apostles began worshiping the Lord on the day the Lord was raised up and the day the church was established. അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ ഒരു ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയൊന്നും ദൈവസഭ കൽപ്പിച്ചാക്കിയിട്ടില്ല. But in New Testament teaching, one day is not any greater than the next. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ദിവസം ആരാധന നടത്തിയോണ്ട് ഒരു കുഴപ്പവുമില്ല. ഞാൻ സൗദിയിലൊക്കെ
ഒക്കെ ആയിരുന്നപ്പം ഫ്രൈഡേ ആണ് അവിടെ അവധി ദിവസം, ഫ്രൈഡേ ആണ് അവിടെ ആരാധന നടക്കുന്നത്. സോ അതുകൊണ്ട് വേറൊരു ദിവസം ആരാധിച്ചത് കൊണ്ട് എന്തോ കുറവ് സംഭവിച്ചില്ല. എല്ലാ ദിവസവും ദൈവത്തിന് ഒന്നുപോലെയാണ്. ദൈവമക്കൾക്ക് കൂടി വരുവാൻ എപ്പോഴാണ് സൗകര്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. If we choose another day, it's just the same, because in many places Sunday is not allowed to worship. 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ They come to break the bread on Sunday. ദൈവമക്കളെ കൂട്ടായ്മയിലെ പരമപ്രധാനമായിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, സർവീസ് എന്ന് പറയുന്നത് കർത്താവിന്റെ മേശ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. Lord's Supper is the most important celebration that we need to have in our Sunday worship. നമ്മുടെ പ്രധാനപ്പെട്ട സഭകൾ മിക്കതിലും എല്ലാ സൺഡേയിലും കർത്താവിന്റെ മേശ അനുഷ്ഠിക്കുന്നുണ്ട്. There are many churches amongst Malayali congregations where we observe Lord's Supper every Sunday. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷിച്ചുള്ള സഭകളിലെല്ലാം എല്ലാ സൺഡേയിലും സഭായോഗത്തോടനുബന്ധിച്ച് കർത്താവിന്റെ മേശയും ഉണ്ടായിരുന്നു. And all the church pastors experience, they had Lord's Supper every Sunday. എന്നാൽ നമുക്ക് ഇന്ന് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാ സൺഡേയിലും അറേഞ്ച് ചെയ്യാതെ മാസത്തിൽ ഒന്നായിട്ട് അത് ചുരുക്കിയത്. We cut it short to once a month because of limitations of time and space. നമുക്ക് സ്വന്തമായിട്ടൊരു ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ, അല്പം കൂടെ ഫ്രീഡം കിട്ടുമ്പോൾ, അല്പം കൂടെ സ്വാതന്ത്ര്യവും സമയവും ഉള്ളപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സൺഡേയിലും തിരുമേശ അനുഷ്ഠിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. And his desire is that when we have a place of our own, we will be able to do that every Sunday. മറ്റൊരു ചിന്ത, സന്ധ്യാസമയത്ത് ആദിമ കാലഘട്ടങ്ങളിൽ സഭ കൂടി വന്നിരുന്നത്. And in the early church they gathered together the evening time. അതുകൊണ്ട് സന്ധ്യയിൽ മാത്രമേ കൂട്ടായ്മ കൂടാവൂ, തിരുമേശ അനുഷ്ഠിക്കാവൂ. അത്താഴമായതുകൊണ്ട് തിരുമേശ സന്ധ്യയിലെ അനുഷ്ഠിക്കാവെന്ന് പഠിപ്പിക്കുന്ന ചിലരുണ്ട്. There are churches and denominations that teach that the Lord's Supper has to be observed as a dinner function. അങ്ങനെയുമില്ല. ആ കാലഘട്ടങ്ങളിലൊക്കെ കൂടുതൽ സ്ലേവ്സ് ആയിരുന്നു സഭയുടെ അംഗങ്ങളായിട്ടുള്ളത്. പകലെല്ലാം അധ്വാനിച്ചിട്ടാ അവര് രാത്രിയിൽ ഒന്നിച്ച് കൂട്ടായ്മയ്ക്കായിട്ട് കൂടി വന്നിരുന്നത്. The reason they met in the evening because most of the members, they were slaves in their places, and only time that they were allowed to come was in the evening. 20-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിന്നു. And then we see Pastor Paul is standing up to preach. എനിക്കറിയില്ല പൗലോസിനോട് കൃത്യമായിട്ട് ഇന്ന് നമ്മൾ പറയുന്നത് പോലെ കൃത്യം സമയമൊക്കെ പറഞ്ഞാണോ പ്രസംഗിക്കാൻ കൊടുത്തതെന്ന് നമുക്കറിയില്ല. We don't know. ഏതായാലും പൗലോസ് ലീഗ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. Apostle Paul began to speak. പ്രസംഗം അല്പം നീണ്ടുപോയി. The preaching went on. മിഡ്നൈറ്റ് വരെ നീണ്ടു. And he keep preaching till midnight. ഇന്നത്തെ നമ്മുടെ പ്രസംഗത്തിന്റെ ടൈം ടേബിൾ വെച്ചൊക്കെ നോക്കിയാൽ 10 മിനിറ്റ് ലേറ്റ് ആയാൽ എനിക്ക് അവിടെ കാണാം കൈയും കാലും ഒക്കെ കാണിക്കുന്നതും, പ്രത്യേകിച്ച് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൗണ്ടിങ് ഡൗൺ ദി മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്, അതെല്ലാം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ട് നിൽക്കുക. You know, when we exceed our times, there comes a little thing, start counting down and telling us time to shut down. അന്നും ഇന്നും സമയം ഒരു പ്രശ്നമാണ് ദൈവമക്കളെ. ആരാധനയിൽ Time has always been a problem. മറ്റെല്ലാത്തിനും നമുക്ക് സമയമുണ്ട്, ആരാധനയ്ക്ക് സമയം ലിമിറ്റഡാ. We have time for everything, but we are limited in time to worship. ഞാൻ ഓർക്കുന്നു പാസ്റ്റർ എം വി ചാക്കോ സാർ, പരേതനായ എം വി ചാക്കോ സാർ എൻ്റെ ഒരു അധ്യാപകൻ കൂടെയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ അദ്ദേഹം അമേരിക്കയിൽ സഭാ ശുശ്രൂഷയിൽ ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ട് പ്രസംഗിച്ചപ്പോൾ കൃത്യമായിട്ട് സമയം പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ ഓർത്തു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളവരൊക്കെ ആയിരിക്കും, ധൃതി കൊണ്ട് ആ പറഞ്ഞ സമയത്തെക്കാട്ടി മുമ്പ് നിർത്തി. I remember late Pastor M.V. Chaco, when he was preaching, he was given a time, and then he stopped within that time because he thought everybody is going to go to work after that. സമയത്ത് പ്രാർത്ഥിച്ചല്ലോ, ആരാധനയെല്ലാം നിർത്തി. അദ്ദേഹം ഓർത്ത് എല്ലാവരും പോകുമായിരിക്കുമെന്ന്. പിന്നീട് 2 മണിക്കൂറോളം ഹോളിലും പുറത്തും പാർക്കിംഗ് ലോട്ടിലും നിന്ന് തമ്മിൽ സംസാരിച്ച് കൂട്ടായ്മ ആചരിച്ചൊക്കെ ആൾക്കാർ പിരിഞ്ഞു പോയത്. And then he found out later that people were just milling around and just keeping together for next couple of hours, just chatting and doing the socializing things. നമുക്ക് നമ്മുടെ ആരാധന എത്രയും പെട്ടെന്ന് നിർത്തി വീട്ടിൽ പോകണം. 12 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക്
ഏത് ഹോട്ടലിലാണ് അടുത്ത ദിവസത്തെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച്, അത് ഓൾറെഡി മനസ്സിൽ വന്നു കഴിഞ്ഞു. We are preoccupied with where we are having our lunch buffet. ഞാൻ while we ഇപ്പോഴേ are അങ്ങ് sitting in പറയുക the church. സ്വന്തം ഫെസിലിറ്റി ആയ 2 മണി വരെ ആരാധന ഉണ്ടായിരിക്കും. പൗലോസിന്റെ പ്രസംഗ വിഷയം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. Don't say what he was speaking about. ഏതായാലും പ്രസംഗം ഒട്ടും മോശമാകാൻ സാധ്യതയില്ല. It should be it should have been a great message. പ്രസംഗം മോശമായതുകൊണ്ട് ഉറങ്ങിപ്പോയതുമല്ല. And the young man didn't fall asleep because the preaching was bad. പ്രസംഗ വിഷയത്തെക്കുറിച്ച് പഠിച്ചാൽ പൗലോസിന്റെ അനേക പ്രസംഗ വിഷയങ്ങൾ നമ്മൾ എപ്പിസ്റ്റലുകളിലൊക്കെ വായിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ റോമാലേഖനം 8 പറഞ്ഞിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചും ആത്മീയ വരങ്ങളെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ച് കാണും പൗലോസ് ശ്ലീഹ. He could have preached about the gifting of the Holy Spirit, witnessing the gospel and so on and so forth. അല്ലെങ്കിൽ 1 തെസ്സലോനി 4 പറഞ്ഞിരിക്കുന്നത് പോലെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, ദൈവപ്രസാദം പ്രാപിക്കാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പൗലോസ് പ്രസംഗിച്ചു കാണും. Preached about how to please God and by living a holy life. മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തി 14 വായിക്കുന്നത് പോലെ കഷ്ടതയിൽ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്, വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞൊക്കെ സഭയെ ഉണർത്തി കാണും. He would have been encouraging the church to stand firm in their faith and not falling away from faith. ഈ ആരാധനയുടെ നടുക്ക് ഇടയ്ക്ക് ഒരു പക്ഷേ അന്യഭാഷയും ആരാധനയും പാട്ടും ഒക്കെ നടന്നു കാണും. And there would have been all the expressions of spirituality, speaking in tongues and singing and praising, and all would have taken place there. ഏതായാലും unexpected thing happen. പ്രസംഗം ഇച്ചിരി നീണ്ടുപോയി. unexpected thing happen. And the message lasted longer. 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭായോഗത്തിൽ ഇരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കുകയായിരുന്നു നല്ലത്, അത് പേരും കൂടെ പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ട്, യൂത്തിക്കസ്. But there was a young man named Eutychus in that meeting. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ആ കാര്യം അങ്ങ് വിട്ടുകളഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചത്? Well, if we were writing the Bible, we would have ignored that name, but Holy Spirit chose to record that name. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ ഒരു കാരണം ഇതിനകത്ത് ദൈവമക്കളുടെ നന്മയും തിന്മയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. And the good thing about God's word is not only the showing off our good side, but also it focuses on who we are, whether good, bad, or ugly. ഒരു പക്ഷേ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ, ഒരു പക്ഷേ തിയോഫിലോസിന് ഇത് എഴുതുമ്പം പൗലോസിന്റെ ശുശ്രൂഷയെക്കുറിച്ചും പൗലോസിൽ കൂടെ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ വേദഭാഗത്ത് ഇത് വിട്ടുപോകാതെ രേഖപ്പെടുത്തിയത്. And another probable reason would have been that Paul, Luke, who writes this book of Acts, want to convey the idea of the miraculous ministry of Apostle Paul. ഞാൻ ഒരിക്കൽ എന്താ ഈ വേദഭാഗം ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, പാസ്റ്റേഴ്സ് കൃത്യസമയത്ത് പ്രസംഗം നിർത്തണം എന്ന് പറയാനാണെന്ന്. And somebody once commented that why the name is included in this here in this scripture is that pastors should stop their preaching in time. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, സഭായോഗത്തിൽ വന്നിരുന്ന് ഉറങ്ങരുതെന്നൂടെ ഒരു ദൂത് അതിനകത്തുണ്ടെന്ന് പറഞ്ഞു. But then I responded that not only that preaching should not be extended, but should not sleep in the church. യൂത്തിക്കസ് എന്ന പേരിന്റെ അർത്ഥം ഫോർച്യുനേറ്റ്, ഗുഡ് ലക്ക് എന്നൊക്കെയാ. The word meaning of Eutychus is fortunate. He was fortunate enough to attend a blessed service. അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ അംഗമായിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലക്ക് എന്ന് പറഞ്ഞാൽ മതി. Yes. ഏതായാലും അത്ഭുതങ്ങളും രോഗശാന്തിയിലും ദൈവകൃപയിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സഭയിലെ അംഗമായിരുന്നു യൂത്തിക്കസ്. Eutychus was a member of a church who believed in supernatural manifestations. 9-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Verse 9. നിദ്രാവസ്ഥനായി മൂന്നാം തട്ടിൽ നിന്ന് താഴെ വീണു. എവിടാ അദ്ദേഹം ഇരുന്നത്? By the side of the വിൻഡോ സൈഡില്. he had a window seat. വിൻഡോ സീറ്റില്, എൻട്രൻസിന്റെ സൈഡില് അല്ലേ? ദൈവമക്കളെ സഭായത്തിൽ വന്ന് ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്നുള്ളതും പ്രത്യേകതയാ, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ചിലർ വാതിക്കലേ ഇരിക്കത്തുള്ളൂ.
എവിടെയും അകത്താന്നോ പുറത്താന്നോ ഒരു പിടിയും കൊടുക്കത്തില്ല. സഭയ്ക്കകത്താന്നോ അതുമല്ല, പുറത്താണോ അതുമല്ല, ഇരിക്കുന്നത് സഭയ്ക്കകത്ത് തന്നെ ആയിരിക്കട്ടെ. Some people choose to be by the side because they themselves are not sure whether they are in or out, so they just choose a place of comfort. ഞാൻ ചിന്തിക്കുന്നത് യൂത്തിക്കസ് വന്ന് മുൻപന്തിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാ, മുമ്പിലിരുന്ന ആളാ, ഒരു പക്ഷെങ്കിൽ ക്ഷീണിച്ച് പുറകോട്ട് പോയി എവിടെയെങ്കിലും ഒന്ന് ചാരിയിരിക്കാൻ പോയതായിരിക്കാം. Eutychus could have been an energized young man, but after a while he got weary and he was looking for a place that he can lean and be comfortable. പകലത്തെ അധ്വാനം കൊണ്ടും ശാരീരിക ക്ഷീണം കൊണ്ടും നമുക്കറിയാം. പത്രോസും ഒരിക്കൽ പ്രാർത്ഥിക്കാൻ യേശു കർത്താവ് പറഞ്ഞപ്പം ശിഷ്യന്മാരും ഉറങ്ങിപ്പോയ അനുഭവങ്ങളുണ്ട്. സംഭവിക്കാം, ഞാൻ അവരെ ആരെയും കുറ്റപ്പെടുത്താറില്ല. ചിലപ്പോൾ രോഗമോ ശാരീരിക ക്ഷീണമോ ഒക്കെ കൊണ്ട് കണ്ണ് തുറന്ന് പിടിക്കാൻ വയ്യാത്ത അവസ്ഥകളൊക്കെ വരാം. ഞാൻ കേട്ടിട്ടുണ്ട് സഭായോഗത്തിലിരുന്ന് കൂർക്കം വലിക്കുന്നവരെ. Pastor said he heard about people who snore in the church. എന്നാ ഒരു കാര്യം എനിക്കറിയാം, ശുശ്രൂഷയിൽ മടുപ്പ് വരുമ്പോഴാ, വചന ശുശ്രൂഷയിൽ താല്പര്യമില്ലാതെ വരുമ്പോഴാ, അല്ലെങ്കിൽ വചനക്കേൾവി അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാ പൊതുവെ ഉറക്കം വരുന്നത്. We fall asleep when we are bored with the preaching and we are tired of it. ഏതായാലും ഒരു വലിയ വീഴ്ച ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു. A great thing happened, a disastrous thing happened in the life of that person. സഭായോഗത്തിൽ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അടുക്കൽ ആരായിരിക്കുന്നു എന്നുള്ളതും കൂടെ പ്രശ്നമാണ്. It's also important who sit by you in the church. അനക്കം കേൾക്കാതെ വരുമ്പം, വചനത്തോട് പ്രതികരിക്കാതെ വരുമ്പം, കുറെ നേരം മൗനമായിട്ടിരിക്കുന്ന കാണുമ്പം ഒന്ന് ഇടയ്ക്ക് ഒന്ന് അനക്കി കുലുക്കി വിളിച്ച്, എന്താ ഉറങ്ങുവാണോ, ക്ഷീണിച്ചോ, ക്ഷീണത്തിലാണോ എന്നൊന്ന് ചോദിക്കാൻ അടുക്കലുള്ള ഒരാള് നല്ലത്, ഒന്ന് ശ്രദ്ധിക്കുന്ന അടുക്കലിരിക്കുന്ന ആളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. It's also important that the neighbor sitting by the person also kind of makes sure that your neighbor is not fallen asleep. ആത്മീയമായി ക്ഷീണിച്ചാൽ കണ്ണ് തുറന്നു പിടിക്കാൻ, ആത്മീയ കണ്ണുകൾ തുറന്നു പിടിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. It's difficult when our spiritual eyes are fading. We may not keep it open to see the things. പിശാചിന്റെ ആഗ്രഹം നമ്മെ കൃപയിൽ നിന്ന് തള്ളിയിടുകയാണ്. The devil wants us to fall away from God's grace. നമ്മുടെ പദവിയിൽ നിന്ന് നമ്മെ തള്ളിയിടുവാനാണ് പിശാച് ശ്രമിക്കുന്നത്. They will always try to take us out of our place and position in God's kingdom. ആത്മീയ ജീവൻ, അല്പചലനമുള്ളത്, ആത്മാവിന്റെ ഒരു ചലനമുള്ളത് ഇല്ലായ്മ ചെയ്യാൻ പിശാച് എപ്പോഴും നോക്കുന്നത്. They will always try to destroy our spiritual zeal and enthusiasm for the Lord. ക്രമേണ അങ്ങനെയുള്ളവരെ പുറകോട്ട് കൊണ്ടുപോയി ക്ഷീണിപ്പിച്ച് മടിപ്പിച്ച് വാളിനോട് ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഡോറിനോട് ചേർത്ത് നിർത്തി ഉറക്കി അവരെ വിശ്വാസത്തിൽ നിന്ന് ആത്മീയ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുവാൻ പിശാച് ശ്രമിക്കുക. They will always attempt to take away our spiritual enthusiasm and throw us backward. എന്നാൽ എനിക്ക് ത്രോവാസിലെ സഭയെക്കുറിച്ച് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം, ജീവനില്ലാത്തവരെ ജീവിപ്പിക്കുന്ന ഒരു സഭയായിരുന്നു ആ സഭ. But the church at Troas was the church that bring life to those who lost it. വീണവനെ ചേർത്ത് പിടിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് ജീവനുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ഒരു സഭയായിരുന്നു ത്രോവാസിലെ സഭ. Troas was the church that just embraced this person who is falling away and bringing him to life. ത്രോവാസിലെ സഭായോഗം ദൈവശക്തിയുടെ ഒരു പ്രദർശനശാലയായിട്ടന്ന് മാറി. And the church, the meeting worship on the day at the church Troas became a place of God's manifestation of his supernatural work. 10th വാക്യം ഒന്ന് വായിച്ചാട്ടെ. പൗലോസ് ഇറങ്ങിച്ചെന്നു. ആരുടെ അടുത്തേക്ക്? ജീവച്ഛവമായി കിടക്കുന്നവന്റെ അടുത്തേക്ക് പൗലോസ് ഇറങ്ങിച്ചെന്നു. ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ചലനമില്ലാത്ത ചിലരുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. And then we read that Apostle Paul went down to that young man who fell down, and this day may Holy Spirit encourage us to reach out to those who are falling away. അടുത്ത വാക്കൊന്ന് നോക്കിയാ മാമേ. അവന്റെ മേൽ വീണ് അവനെ തഴുകി, ഭ്രമിക്കേണ്ട,
നിന്റെ പ്രാണൻ, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. And Paul went down and threw himself on the young man and put his arms around him. Don't be alarmed, he said he's alive. ദൈവമക്കളെ, ഇന്ന് നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ജീവനില്ലാത്തവരായി ജീവച്ഛവമായിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാ ഒരുപാട് പേര് ചുറ്റുപാടുമുണ്ട്. അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് ജീവനുണ്ടെന്ന് പറയുവാൻ, ഇല്ല എല്ലാം തീർന്നിട്ടില്ല, ഇനി സാധ്യതയുണ്ട്, നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് കൈപിടിച്ചുയർത്തുവാൻ ദൈവസഭ, ദൈവദാസന്മാർ ഈ ദിവസങ്ങൾ തയ്യാറാകട്ടെ എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ ആലോചന പറയുകയാണ്. And we are exhorted this morning that God may strengthen us to reach out to those who are weak in their faith and falling away. ആശയറ്റവൻ ആശ നൽകുന്നതാ ദൈവസഭ. God's church is the one that gives hopes to the hopeless. ജീവനില്ലാത്തവന് ജീവൻ നൽകുന്നതാ സുവിശേഷം. Gospel is the one that gives life to the lifeless. ഇന്ന് രാവിലെ എൻ്റെ പ്രാർത്ഥന ഓസ്റ്റിൻ വർഷിപ്പ് സെന്റർ അനേകർക്ക് ആശ്വാസമായി മാറട്ടെ. My desire and my prayer is that the church, Austin Worship Center will become a place that brings comfort and life to many. വേണ്ട, വിഷയങ്ങൾ എഴുതി തള്ളണ്ട. ദൈവസഭ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ചില സ്ഥലങ്ങളിലേക്ക്, ചില വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തയ്യാറാകട്ടെ. ദൈവം ചെയ്യുവാനുള്ളത് ദൈവം ചെയ്യും. ജീവന്റെ തുടിപ്പുകൾ ഇനിയും നമുക്ക് കാണാം. And if the church is ready, God will bring us to the place, the life that just spring up in others. പ്രസംഗത്തിൽ ഏറ്റവും അധികം സമയം പ്രസംഗിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരു മനുഷ്യൻ ഫ്ലോറിഡക്കാരനായ ഒരു പാസ്റ്ററാണ്. There's a pastor in Florida who entered into the Guinness Book of Records for preaching the longest sermon. പാസ്റ്റർ സാക്ക് ഏതാണ്ട് 53 മണിക്കൂർ 18 മിനിറ്റ് കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് മാരത്തോൺ ആയിട്ട് പ്രസംഗിച്ച് റെക്കോർഡ് ഭേദിച്ച ഒരു മനുഷ്യൻ. And this man preached for 53 hours and 18 minutes and earned a place in Guinness Book of Records for the longest sermon. അത് പെട്ടെന്ന് ഒരു ദിവസം വന്ന് പ്രസംഗിച്ചതല്ല, ഒരു വർഷം എടുത്ത് പ്രിപ്പയർ ചെയ്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി 45 അധികം പ്രസംഗങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പവർ പോയിന്റ് സഹിതം വളരെ മനോഹരമായിട്ട് പ്രസംഗിക്കായിരുന്നത്. And this man prepared for this message for almost a year, covering from topics from Genesis to Revelation and making a good presentation of around 45 messages through this time. ഏതായാലും പൗലോസ്ലീഗ അത്രയും സമയമൊന്നും എടുത്തില്ല. Apostle Paul didn't take that long. ഞാൻ ചിന്തിക്കുക, ആ മനുഷ്യൻ വീണ്ടും തിരിച്ചു വന്ന് ജീവൻ കൊടുപ്പിച്ച് എഴുന്നേപ്പിച്ചു കൊണ്ടുവന്ന് ഇരുത്തി വീണ്ടും രാവിലെ വരെ പ്രസംഗിച്ചു. And Paul raised him up and brought him up, and Paul continued his message till morning. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമാണ്. It's a great surprise. ലോങ് പ്രസംഗം നിമിത്തം ഒരു മനുഷ്യൻ മരിച്ചു വീണ സ്ഥലത്ത് അദ്ദേഹത്തെ വീണ്ടും ഉണർത്തിക്കൊണ്ട് വന്നിരുത്തി വീണ്ടും ഒരു 6 മണിക്കൂറുടെ പ്രസംഗിച്ച പൗലോസിന്റെ പ്രസംഗത്തോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, ആത്മാർത്ഥത, വചനത്തോടുള്ള ആത്മാർത്ഥത എത്ര വലിയതാ. And how great is his conviction and commitment to the God's word, that he not only raised this dead man but continued to preach another 6 hours. എന്തിനാ പ്രസംഗിക്കാൻ കൊതി ഉണ്ടായിട്ടാണ് ഈ പാസ്റ്റർമാർ ഇങ്ങനെ നീട്ടി പ്രസംഗിക്കുന്നത്? And why do they preach long sermons? ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഷോർട്ട് ടൈമാ, ഒറ്റ ദിവസം കൂടെ ഉള്ളൂ. മാക്സിമം ദൈവജനത്തെ വചനത്തിൽ ഉറപ്പിക്കണം, അവരുടെ ഉള്ളിൽ വചനം കൊടുക്കണം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് എത്ര സമയമെടുത്താലും കഴിയുന്നിടത്തോളം വചനം ഉള്ളിൽ നൽകുവാനായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ദൈവദാസനായിരുന്നു പൗലോസ്. Paul may have done so because he has limited time with these people at Troas, and he's trying to convey his conviction, his desire, his passion for building up God's people, and he wants to impress upon them the need to be rooted and founded in God's word. സഭയോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, ദൈവവചനത്തോടുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ്, ഈ ദിവസങ്ങൾ നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും നാം എത്രമാത്രം കമ്മിറ്റഡാ. We should have the same passion to God's word, God's church and God's work. അന്ന് ദൈവദാസന്മാരെ നയിച്ചത് സമയമല്ലായിരുന്നു, പരിശുദ്ധാത്മാവായിരുന്നു. They were not led by the clock, but they were led by the Holy Spirit. ആ നല്ല ദിവസങ്ങളിലേക്ക് ദൈവസഭയെ ദൈവാത്മാവ് നയിക്കട്ടെ ഞാൻ
My പ്രാർത്ഥിക്കുക. desire is that God will bring us back to that time. വാച്ചിൽ നോക്കാതെ സമയം നോക്കാതെ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവസഭ മാറട്ടെ എന്ന് ഞാൻ My ആഗ്രഹിക്കുന്നു, desire പ്രാർത്ഥിക്കുന്നു. and prayer is that church would come back to a place we just continue to worship and praise God. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പൗലോസിലൂടെ എഫെസോസ് സഭയോട് ചോദിച്ചത് 19-ാം അധ്യായത്തിൽ ചോദിച്ച ചോദ്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? The question that Apostle Paul asked to the people in Ephesus, have you received the baptism of the Holy Spirit since you have believed? അവർ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലുമില്ല. They said we haven't even heard of it. ഇന്ന് പൗലോസ് നമ്മുടെ സഭയിൽ വന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കത്തില്ല. If Paul comes today into our church, he wouldn't ask that question. തീർച്ചയായിട്ടും പൗലോസ് ലീഗ ചോദിക്കും, എന്താ ചിലർ മാത്രം അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കും, എന്താ ബാക്കിയുള്ളവരോട് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞില്ലയോ എന്നായിരിക്കും ചോദിക്കുന്നത്. And he might say, how come everybody is not coming together in worshiping in the Spirit? ദൈവമക്കളെ, സഭയിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. I thank God for everyone who praise God in our given prayer language and in other tongues. ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നത് ആരും അതൊരു മോശമായിട്ട് ഇച്ചിയായിട്ടൊന്നും കരുതണ്ട. ദൈവം ആഗ്രഹിക്കുന്ന അപ്പോസ്തോലിക കാലഘട്ടത്തിലെ അതേ ശുശ്രൂഷ ഇന്നും ദൈവം നമുക്ക് തന്നിരിക്കുക. ദൈവത്തോട് സംസാരിക്കുവാൻ, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുവാൻ, അകത്ത് ജീവൻ പ്രാപിക്കുവാൻ, നിലനിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഭാഷ, അത് ദൈവം നാവിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാരാധിക്കുന്നതിന് ഒരു തെറ്റുമില്ല, ഒരു വിലക്കുമില്ല ഈ സഭയിൽ. God that given us the gift of the Holy Spirit through expression in tongues, we should use it so that we'll glorify God's name. അഭിഷേകം പ്രാപിച്ച ചിലരെങ്കിലും ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ആരാധിക്കാൻ സമയം കിട്ടുന്നില്ല, അന്യഭാഷയിൽ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ട പോലെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അല്പം കൂടെ കിട്ടിയിരുന്നെങ്കിലെന്ന് ചിലർ എന്നോട് പറഞ്ഞു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. There are few who voiced their desire that we should have more time to worship the Lord. ദൈവസഭ ഈ ദിവസങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. Let the church desire for the gifting of the Holy Spirit. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ ആസ്വാദിപ്പിക്കുന്നത്, And God will fulfill our desires. എൻ്റെ ജീവിതത്തെ അവസ്ഥകളെ മാറ്റിയെടുത്തത് അഭിഷേകമാണ്. It is the anointing that changed his life. ഇന്നത്തെ സകല വിഷയത്തിനും പരിഹാരം അനോയിന്റിംഗ് ആണ്, അഭിഷേകമാണ്, ആത്മനിറവാണ്. It is the infilling of the Holy Spirit, living in the fullness of the Holy Spirit that will allow us to overcome every struggle that we face in our life. കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച നടക്കുന്ന ബൈബിൾ സ്റ്റഡിക്കൂടെ ചേർന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഭാഗത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. അഭിഷേകം സകല നുകത്തെയും തകർക്കുന്നതാണ്. And we need to, we can participate in the Friday study to learn more about the work of the Holy Spirit and anointing, fatness, break the yoke. നമുക്ക് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുകയും അകത്ത് ബലം പ്രാപിക്കുകയും ജീവനോടെ, ശക്തിയോടെ, പുതുജീവനോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God bless us that we continue to live a spirit-filled Christian life. Worship team, please come forward. We're going to sing a song and take tithes and offering. Tithes and offering will be later, I believe. We'll sing a song and worship the Lord and conclude this section. After that, I believe our Secretary Alex will lead the next section. Please, let's stand and worship the Lord together. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമില്ല എന്റെ മുൻപിൽ ഇനി ജയം നമുക്കുണ്ട്. ഒന്നും അസാധ്യമല്ല എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്.
എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോയിടും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോയിടും. ഒന്നും അസാധ്യമല്ലെന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമല്ലെന്റെ മുമ്പിൽ ഇനി ജയം വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഓ വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല മുമ്പിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടും മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറു. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ഓ അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഭയപ്പെടില്ല. ഓ ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ഓ ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറില്ലിനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോയിടും. അധികാരത്തോടെ ഇനി അസാധ്യമായില്ല എന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എന്റെ മുമ്പിൽ ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോയിടൂ.
മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആ ശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കട്ടെ. Let that power move in me. Let that power move in the church. Let that power, hallelujah, to raise the dead. Glory be to God. Hallelujah. 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 Let God's name be magnified by the mighty work of the Holy Spirit, manifested through His servants, manifested through the church, the body of Christ. Hallelujah. It's just not a place we come on a Sunday for a couple of hours and go back to our places. We are the body of Christ. We are the anointed of God. Hallelujah. Get a hold of that this morning. ഇന്ന് പകൽക്കാലം അതൊന്ന് മനസ്സിലാക്കിക്കാട്ടെ, അതൊന്ന് ഏറ്റെടുത്താട്ടെ. I'm an anointed of God. I'm a child of God. I'm covered by the blood of Christ. Hallelujah. God's name be magnified in this city as it was in the day of Apostle Paul. The same may take place in our time. God confirmed His word by miracles and the supernatural work of the Holy Spirit. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തന്റെ വചനത്തിന് സാക്ഷി നിൽക്കുന്ന ദൈവം ഈ അന്ത്യനാളുകളിലും തന്റെ പ്രവൃത്തി ഈ പട്ടണത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ദൈവസഭയിൽ തന്റെ അഭിഷക്തന്മാരിൽ വെളിപ്പെടുത്തി തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Our loving heavenly gracious Father, thank you for this beautiful morning worship. Thank you for gathering your people, bringing them together, Lord, from their workplace, from their toils of life over the week. We come to have fellowship with the saints together. We come to hear the teaching of God's word. We come together to pray. Hallelujah. Continually following the teaching and praying and fellowship and breaking of Lord's the bread. Lord, we come as a church with your anointing and blessing upon it, Lord. You will lead us into victory, overcoming every struggle. We give ourselves into your, we humble ourselves, Lord. I bless your people, and as we go forth in your blessing, the days of our week, in our workplace, in our travels, in our children, in our school, in our colleges, in our daily living, in our homes, in our community, in our with our neighbors, Lord. I pray that your saving grace be manifested. Your love will be manifested through us. We humble ourselves and give you hand. Give you glory, honor, and praise. In Jesus' precious name we pray. The love of our Heavenly Father. The love of the Heavenly Father, grace of our Lord Jesus Christ, and the sweet communion of the Holy Spirit abide with us for and ever and ever. Amen and amen. God's people said, Amen. Hallelujah. Glory be to God.